ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഫലസ്തീനികൾ. എന്നാൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. വെടിനിർത്തൽ കരാറിൽ ആത്മവിശ്വാസമില്ലെന്ന ട്രംപിന്റെ പ്രസ്താവന ഗസയിൽ യുദ്ധം പുനരാരംഭിച്ചേക്കാമെന്ന സൂചനയാണ് നൽകുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവെയാണ് ട്രംപ് വെടിനിർത്തൽ കരാറിനെ കുറിച്ച് തുറന്നു പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എനിക്ക് ആത്മവിശ്വാസമില്ല. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, അവരുടെ യുദ്ധമാണ്. ഗസയുടെ ചിത്രം ഞാൻ കണ്ടു. അതാകെ തകർന്നടിഞ്ഞിരിക്കുന്നു. ആ സ്ഥലം ശരിക്കും മറ്റൊരു രീതിയിൽ പുനർനിർമ്മിക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇസ്രായേൽ മന്ത്രിയും സമാനമായ പ്രസ്താവന നടത്തി. ഇസ്രായേൽ യുദ്ധക്കളത്തിലേക്ക് മടങ്ങുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞതായി ധനമന്ത്രി ബെസാലെൽ സ്മോട്രിച്ചാണ് വെളിപ്പെടുത്തിയത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും ഈ ഭീഷണിയെ എന്നേക്കുമായി ഇല്ലാതാക്കാനും ഇസ്രായേൽ യുദ്ധക്കളത്തിലേക്ക് മടങ്ങുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് താൻ ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. 42 ദിവസത്തെ പ്രാരംഭഘട്ടം പൂർത്തിയാകുമ്പോൾ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് ധനമന്ത്രി സ്മോട്രിച്ചിൻ്റെ ഭീഷണി.